ഈ ബജറ്റിനെ പറ്റി ആളുകൾക്കുണ്ടായിരുന്ന ഒരു പ്രതീക്ഷയും ചിന്ത എന്താണെന്ന് വെച്ചാൽ എക്കണോമിക് സർവേ പ്രവചിച്ച ഒരു കാര്യമുണ്ടായിരുന്നു. എന്താണ്? 2047 ആവുന്ന സമയത്ത് 2047 ആവുന്ന സമയത്ത് ഇന്ത്യ വികസിത രാജ്യമെന്ന സ്ഥിതിയിലേക്ക് ഉയരുമെന്നാണ്, അതിന് ഉയർത്തണമെന്നാണ് കാഴ്ചപ്പാട് കണ്ടിരുന്നത്. അങ്ങനെ വേണമെങ്കിൽ 8% ഗ്രോത്ത് ഓരോ ദശാബ്ദവും ഉണ്ടായിക്കൊണ്ടിരിക്കണം. പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ടാർഗറ്റിലേക്ക് പോകുന്ന വിധത്തിലുള്ള ഘടനാപരമായൊരു ബജറ്റല്ല ഇത്. ഇവിടെ ഇൻകം ടാക്സ്, പേഴ്സണൽ ഇൻകം ടാക്സിന് 12 ലക്ഷത്തിന് താഴെയുള്ളതിന് എക്സെപ്റ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു തീരുമാനം ഇതിലുണ്ടെങ്കിൽ തന്നെയും നമ്മൾ കാണേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ടാക്സ് പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ആ ഒരു ആനുകൂല്യതയുണ്ട്, ശരിയാണ്. പക്ഷേ ഈ രാജ്യത്തെ ഇത്രയോ ജനകോടികളുള്ള നിരവധി പേർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു രാജ്യത്ത് അത് മാത്രം വെച്ചുകൊണ്ടൊരു ബജറ്റ് വിലയിരുത്താൻ ഒക്കില്ല. അപ്പോൾ അത് വളരെ ആ വശം വെച്ചുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഇത് നീതിബോധമില്ലാത്തൊരു ബജറ്റാണ്. ബജറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ ജുഡീഷ്യസ് ആയിട്ടുള്ളൊരു സംഗതി എല്ലാത്തിലും വേണം. ഇവിടെ ഈ ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ സാധിക്കും, നിരവധി പുതിയ സ്ഥാപനങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പുതിയ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ പറഞ്ഞിട്ടുണ്ട്. കാർഷിക രംഗത്ത് മറ്റ് മേഖലയിലൊക്കെ തന്നെ പുതിയ സ്ഥാപനങ്ങൾ അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഇതിൽ യൂറിയ നിർമ്മാണം, അങ്ങനെ പല കാര്യത്തിലും. എന്നാൽ കേരളം പോലെ വിജ്ഞാനത്തിൽ അധിഷ്ഠിതമായ ഒരു കാലഘട്ടത്തിൽ വലിയ സാധ്യതകളുള്ള, അനന്ത സാധ്യതകളുള്ള കേരളത്തെ പോലുള്ള സംസ്ഥാനങ്ങളെ ഇക്കാര്യത്തിൽ യാതൊന്നും തന്നെ നൽകിയിട്ടില്ല. അർഹമായ യാതൊരു പരിഗണന. ഞാൻ അവസാന പാർട്ടിൽ പറയുമ്പോൾ കേരളത്തിൻ്റെ ആവശ്യം എന്തായിരുന്നു, എന്ത് സംഭവിച്ചു എന്ന് പറയാം. തന്നെ കോഴിക്കോട് വയനാട് ടണൽ ലിങ്കിൻ്റെ കാര്യത്തിൽ നമ്മൾ പ്രപ്പോസൽ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇൻ്റർനാഷണൽ ആയുർവേദിക് യൂണിവേഴ്സിറ്റി എന്നുള്ള സ്വഭാവത്തിലുള്ള പ്രപ്പോസൽ നമ്മൾ കൊടുത്തിരുന്നു. സ്റ്റേറ്റ് എക്കോണമിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ NRIൻ്റെ കാര്യങ്ങളിൽ ആവശ്യമായിട്ട് പരിഗണന വേണമെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ പിന്നെ എംപ്ലോയ്മെൻറ്റ് ജനറേഷൻ, കേരളത്തിൽ ധാരാളം വിദ്യാഭ്യാസ സമ്പന്നരായിട്ടുള്ള ആൾക്കാരുടെ സ്ഥലമാണ്, അതവർക്ക് വേണ്ടിയിട്ടുള്ള പാക്കേജ് വേണമെന്ന് പറഞ്ഞിരുന്നു. അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ യാഥാർത്ഥത്തിൽ യാതൊരുവിധ സമീപനം എടുക്കുകയുണ്ടായിട്ടില്ല. ഇനിയിപ്പോൾ ഈ ബജറ്റിൻ്റെ ഡോക്യുമെൻ്റ് വന്നിട്ട് നിലവിലുള്ള കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ ഇക്കൊല്ലത്തെ അലോട്ട്മെൻറ്റ് എന്താണ് എന്ന കാര്യം കണ്ടറിയേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പിന്നെ ഈ ഇതിൽ അവർ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്താണ്? ഈ താളിയോല ഗ്രന്ഥങ്ങളുമായി ബന്ധപ്പെട്ട് രേഖകളുണ്ടാക്കി ഇവിടുത്തെ പഠന രീതിയിൽ തന്നെ ഒരു മൗലികമായ മാറ്റത്തെപ്പറ്റി അവർ പറയുന്നുണ്ട്. പുസ്തകരചന, ആ സ്വഭാവത്തിലൊക്കെ അതൊക്കെയെന്ന് പറഞ്ഞാൽ അവരുടെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി ബജറ്റിൽ പുതിയ പ്രൊവിഷൻ, മറ്റിവിടെ വിദ്യാഭ്യാസ സംവിധാനത്തിന് വേണ്ടി ധാരാളമായിട്ട് ശുപാർശകളും ആതൻറ്റിക് റിപ്പോർട്ടുകളൊക്കെ ഉണ്ട്. അതിൻ്റെ പുറമെ ഇത്തരം ചില സങ്കീർണങ്ങളായിട്ട് സംഗതികളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. ചില നല്ല കാര്യങ്ങളുണ്ട്. ചില നല്ല കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ക്യാൻസർ പോലുള്ള മാരകമായിട്ട് രോഗങ്ങൾ, ആ രോഗങ്ങൾക്ക് വേണ്ടി വിദേശത്തൊക്കെ കൊണ്ടുവരേണ്ടി വരുന്ന മെഡിസിന് അതിന് എന്ത് ചെയ്തിട്ടുണ്ട്, അത് എക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ ജില്ലാ ആസ്ഥാനങ്ങളിലുള്ള ആശുപത്രികളിൽ ഇത്തരം ക്യാൻസർ ചികിത്സയ്ക്കൊക്കെയുള്ള സംവിധാനങ്ങൾ, അതുപോലെ ചില പോസിറ്റീവ് വശങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നല്ലാതെ ഇന്ത്യയുടെ ഒരു ടോട്ടൽ ഗ്രോത്തിന് ഉതകുന്ന വിധത്തിലുള്ള ദീർഘവീക്ഷണമുള്ള ഒരു കാര്യമൊന്നും ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല. കേരളം പോലുള്ള സംസ്ഥാനങ്ങളോട് നീതി ചെയ്തിട്ടില്ല. രാഷ്ട്രീയ ലക്ഷ്യം മുമ്പിൽ കണ്ടുകൊണ്ട്, അടുത്ത തെരഞ്ഞെടുപ്പ് മുമ്പിൽ കണ്ടുകൊണ്ട് ബീഹാറിനെ അങ്ങ് സ്വർഗമാക്കാമെന്നും ബാക്കിയുള്ളവർ എങ്ങനെയായാലും വേണ്ടില്ല എന്നുള്ള ഒരു ഇഗ്നോറൻസ് അതിൽ കാര്യത്തിൽ കാണിച്ചിട്ടുണ്ട് എന്നതും തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടേണ്ട കാര്യമാണ്. അത്തരം കാര്യങ്ങളാണ് ഞങ്ങൾക്ക് പ്രതികരിക്കാനുള്ളത്.